Hey guys, welcome back to my YouTube channel. അപ്പോൾ ഇന്ന് ഞങ്ങൾ പോകുന്നത് ഞങ്ങൾ ദൃശ്യേൻ്റെ എൻഗേജ്മെൻറ്റിനാട്ടോ. ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ചെറുതാണ് ദൃശ്യ. അവളെ എൻഗേജ്മെൻറ്റിന് ഞങ്ങൾ പോവുകയാണ്. കുട്ടികളൊക്കെ വലുതായി എന്താ ചെയ്യുക. അങ്ങനെ ഞങ്ങൾക്ക് KC ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ അവളെ എൻഗേജ്മെൻറ്റ്. അവളെ വീടിൻ്റെ അടുത്തുള്ള ഓഡിറ്റോറിയം തന്നെയാണ്. ഞങ്ങൾ 3 ആൾ നല്ല സാരി ഒക്കെ എടുത്ത് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ കണ്ണാടി കണ്ടാൽ പിന്നെ എനിക്ക് പ്രത്യേക ഒരു ഫോട്ടോ എടുക്കാനുള്ളൊരു ത്വരയാണ്. അത് പിന്നെ എനിക്ക് മാത്രമല്ല എല്ലാ ഗേൾസിനും അങ്ങനെയാണെന്നാണ് എനിക്ക് തോന്നലല്ല മിക്ക ഗേൾസിനും അങ്ങനെ തന്നെ ആണ്. പിന്നെ ഞങ്ങൾ അവരെ പേര് എഴുതിയ കണ്ണാടിക്ക് കുറച്ച് നേരം നോക്കി നിന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ അവളെ ആ ഒരു ലുക്ക് എങ്ങനെ ഇരിക്കുന്നത് കാണാനുള്ളൊരു എക്സൈറ്റ്മെൻറ്റിലാട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ ഉള്ള റൂമിലേക്ക് പോവുകയാണ്. നല്ല രസമുണ്ടായിരുന്നു ഗായ്സ്. അവളെ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വല്ലാത്തൊരു ഞെട്ടലാണ് അപ്പം ഞെട്ടിയത്. ഭയങ്കര രസമുണ്ടായിരുന്നു. ഹെയർ ആയാലും ഡ്രസ്സായാലും മേക്കപ്പ് ആയാലും ഒന്നും പറയാനില്ല, അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ ഒരു പിക്ചർക്കാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുറേ നേരം കുറേ ഫോട്ടോസ് എടുത്തു, വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു. നിങ്ങളങ്ങനെ വിചാരിക്കേണ്ടാവും ഞങ്ങൾ ഫോട്ടോസും വീഡിയോസും എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഒരു എൻഗേജ്മെൻറ്റിന് പോകുന്നത്. ഞാനൊരു കാര്യമായിട്ട് നമ്മളിപ്പോൾ ഒരു മൊമെൻറ്റ്സ് ക്യാപ്ചർ ചെയ്യുമ്പോൾ നമുക്കത് കുറേ കഴിഞ്ഞാൽ അതെടുത്ത് കാണുമ്പോൾ കിട്ടുന്നൊരു ഫീല് അത് അപ്പം നമുക്ക് അനുഭവിച്ചറിയേണ്ട ഒരു സംഭവം. അപ്പോൾ നമ്മൾ ഉള്ള മൊമെൻറ്റ്സ് മുഴുവൻ ക്യാപ്ചർ ചെയ്ത് വെക്കണോണ്ട് ഒരു പ്രശ്നമില്ല. അതിപ്പോൾ ആരെന്ത് പറയണോ നോക്കിയിട്ടും കാര്യമില്ല. നമ്മൾക്ക് കിട്ടുന്ന ഒരു ഹാപ്പിനെസ് ആ ഒരു ക്യാപ്ചറിങ്ങിലൂടെ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങളത് എന്തായാലും ചെയ്യണം. അങ്ങനെ വിഷയത്തിൽ നിന്ന് തെന്നി മാറുന്നു. അങ്ങനെ ഞങ്ങളുടെ എൻഗേജ്മെൻറ്റിൻ്റെ കുറേ പരിപാടികളൊക്കെ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് റിംഗ് എക്സ്ചേഞ്ച് ഒന്നും കാണാൻ പറ്റില്ല. അങ്ങനെ അവരുടെ ഫോട്ടോസും വീഡിയോസും അങ്ങനെ ഫാമിലീസ് എല്ലാവരും കൂടി സ്റ്റേജിൽ വന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്ന തിരക്കിലായിരുന്നു കേട്ടോ. അങ്ങനെ മെയിനായിട്ട് ഞങ്ങളൊരു ഡാൻസ് പ്ലാൻ ചെയ്തിരുന്നു. ഞങ്ങളിതിപ്പോൾ 1 ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ ഒന്നും പഠിച്ച ഡാൻസേ അല്ല. ജസ്റ്റ് ഒരു 1 hour തികച്ചുണ്ടാവില്ല, 3/4 മിനിറ്റോ 45 മിനിറ്റോ അല്ലെങ്കിൽ അത്ര നേരം കൊണ്ട് ഞങ്ങൾ പഠിച്ച ഡാൻസാണ് ഇപ്പോൾ നിങ്ങൾ ആ സ്റ്റേജിൽ കിടന്ന് കണ്ടത്. അതിൻ്റെ കുറേ ക്ലിപ്സ് ഇനി ഉണ്ട്, ഞാൻ പറ്റുകയാണെങ്കിൽ വീഡിയോ ആക്കിയിട്ടിടാം. അങ്ങനെ കുഴപ്പമില്ലാത്ത രീതിയിൽ കളിച്ചു. കാരണം കുറച്ച് നേരം കൊണ്ട് ഞങ്ങൾ പഠിച്ചതല്ലേ, അത്രയെങ്കിലും കളിച്ചത് തന്നെ വലിയ കാര്യം. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് പോലെ കുഴപ്പമൊന്നുമില്ല. പിന്നെ സൗണ്ട് പാട്ടിന് കുറച്ച് കുറവായിരുന്നു, അവിടെ സ്പീക്കർ അധികം ഇല്ലാത്തതുകൊണ്ട്. അതല്ലാതെ അടിപൊളിയായിരുന്നു. ഞങ്ങളും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. ലാസ്റ്റ് ആയപ്പോൾ അവളെ ഞങ്ങൾ സ്റ്റേജിലേക്ക് വിളിച്ചു കൊടുത്ത് അവളെ കൂടെ കുറച്ച് ഡാൻസൊക്കെ കളിച്ചു. ഒരു ഭയങ്കര ഒരു മെമ്മറബിൾ ആയിട്ടുള്ളൊരു മൊമെൻ്റ് ആയിരുന്നു ഞങ്ങളെ സംബന്ധിച്ചത്. ഡാൻസും പരിപാടികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾക്ക് വയറ്റിൽ നിന്ന് വിളി വന്നു. ഇനിയും ഫുഡ് കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ പറ്റും. 3 വിശപ്പിൻ്റെ അസുഖം ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഞങ്ങൾ 3 ആൾ മാത്രമല്ലായിരുന്നു പരിപാടിക്ക് വന്നിട്ടുള്ളത്. ഞങ്ങൾ ഡാൻസ് ടീച്ചറും ഉണ്ടായിരുന്നു. ഞങ്ങൾ ടീച്ചർക്ക് ക്യാമറ കണ്ടാൽ കുറച്ച് ഷൈനസ് ഉള്ളതുകൊണ്ട് ഞങ്ങളോട് പ്രത്യേകം എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇന്ന വീഡിയോയിൽ ആഡ് ചെയ്തെന്ന്. പക്ഷെ ഞങ്ങളത് ചെയ്യും. ഞങ്ങൾക്ക് ആ ഒരു മൊമെൻറ്റ്സ് കിട്ടണമായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ടീച്ചർ കാണാതെയാണ് ആ വീഡിയോസ് എടുത്തത്. ഈ വീഡിയോ ടീച്ചർ കാണുമ്പോൾ എന്തായാലും പൊങ്കാലായിരിക്കും. എന്നാലും കുഴപ്പമില്ല, അതൊക്കെ രസമല്ലേ. അങ്ങനെ ഞങ്ങൾക്ക് ഫുഡൊക്കെ വന്നു കേട്ടോ. ഫുഡ് ഇതാ നല്ല കുറേ കറികളും 2 തരം സാമ്പാർ 2 തരം പായസവും ഒക്കെ ആയിട്ട് നല്ല സദ്യയായിരുന്നു. സോയാബീനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ സദ്യക്ക്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ സദ്യയൊക്കെ നല്ല അടിപൊളിയായിട്ട് കഴിച്ചു, പായസമൊക്കെ കുടിച്ച് ഓൾ സെറ്റായി. ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞതിന് ശേഷം നിഗ്രഹിച്ചും ടീച്ചറും പോയിട്ടോ. നിഗ്രഹിച്ചിക്ക് ക്ലാസ് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് പിന്നെ നേരത്തെ പോയത്. പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് എടുക്കാമെന്ന് വിചാരിച്ച് ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഫുഡ് കഴിച്ചപ്പോൾ ലിപ്സ്റ്റിക്ക് പോയി, അതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരുന്നത്. അങ്ങനെ പിന്നെ ഞങ്ങൾ കുറച്ച് സ്പോട്ടൊക്കെ തപ്പി കണ്ടുപിടിച്ച് ഫുൾ വെയിലായിരുന്നു ഗൈസ്. അതുകൊണ്ട് നല്ല നല്ല സ്പോട്ടുകൾ അത് ഞങ്ങൾക്ക് കിട്ടിയില്ല. എന്നാലും കുറച്ചൊക്കെ ഞങ്ങൾ എടുത്തു. ഒക്കെ എടുത്ത് തിരിഞ്ഞു നോക്കിയപ്പോഴേക്കും എന്തേ ഞങ്ങളുടെ ബാക്കിൽ ഒരു കുതിര. ഇതിപ്പോൾ ഇവിടുന്ന് വന്നോന്ന് ആലോചിച്ച് ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്നെങ്കിലും അവർക്ക് ഫോട്ടോഷൂട്ട് നടത്താനുള്ളതിൽ നിന്ന് പിന്നെയാണ് കത്തിയത്. അടുത്തായി ദൃശ്യ കുതിരയിൽ കയറാൻ പോകുന്നു. ഫൈനലി ദൃശ്യ കുതിരയിൽ കയറാൻ പോകുന്നത് കണ്ടോള്. കുതിര പുറത്തൊന്നും കയറിയിട്ടില്ല, പക്ഷേ താഴെ നിന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഒരു അടുത്ത ലൊക്കേഷനിലേക്ക് പോയി നല്ല നല്ല പിക്സുകളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങളവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. എനിക്കാണെങ്കിൽ ഇന്ന് തിരിച്ച് കോഴിക്കോട്ടേക്ക് പോകാനുള്ളതുമാണ്. പിന്നെ ഞങ്ങൾക്ക് ഇവിടുന്ന് ബസ് എപ്പോഴും അധികം ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഞങ്ങൾക്ക് ദാഹിച്ച് തൊണ്ട പറ്റി. ഞങ്ങൾ സംഭാരം എരിവുള്ള സംഭാരം എന്താ അവസ്ഥ എന്നാവോ? എങ്ങനെയുണ്ട്? നല്ല എരിവുണ്ട്.
പോകുമ്പോ ഇല്ല വലിയ കുഴപ്പമില്ല, എന്നാലും അതിലുണ്ട്. നമ്മൾ മിനറൽ വാട്ടർ വാങ്ങിയിട്ടുണ്ട്, എല്ലാം കണ്ടും കൊണ്ടാണ്. ഇവിടെ ബസ് എപ്പോഴാന്ന് അറിയില്ല, ഞങ്ങൾ വെയിറ്റ് ചെയ്ത് എന്താ അവസ്ഥ. ഓക്കെ ബൈ. നല്ല മോരൊക്കെ കുടിച്ചിരുന്നപ്പോഴത്തേനും ലാസ്റ്റിന് ബസ് വന്ന് ഞങ്ങൾ പോന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഓട്ടോ വന്നു. പിന്നെ നന്ദു അവിടുന്ന് ഓട്ടോയിൽ വീട്ടിലേക്കും പോയി, ഞാനും ഇങ്ങോട്ട് വന്നു, എൻ്റെ വീട്ടിലേക്കും വന്നു. പിന്നെ രണ്ടത്താണീന്ന് അച്ഛൻ എന്നെ കൊണ്ടുവരാൻ വന്നിട്ടു കേട്ടോ. പിന്നെ അച്ഛൻ്റെ കൂടെ ഞാനിങ്ങോട്ട് പോന്നു. വീട്ടിലെത്തി ഉറക്കമൊക്കെ കഴിഞ്ഞ് നീച്ചപ്പോഴേക്ക് 4 മണി. പിന്നെ എനിക്ക് പോകാൻ വേണ്ടി ഞാൻ ഇറങ്ങി, പിന്നെ തിരിച്ച് കോഴിക്കോട്ടേക്ക് പോകണമായിരുന്നു. അങ്ങനെ ഞാൻ ഇറങ്ങി. കുറച്ച് കഴിഞ്ഞൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീച്ചപ്പോഴത്തേനും ഞാൻ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഒക്കെ കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് ഭയങ്കര തലവേദന കേട്ടോ. എന്നാൽ പിന്നെ ഒരു ചായ കുടിച്ചിട്ട് പോകാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനൊരു ചായയൊക്കെ വാങ്ങി കുടിച്ചു. അപ്പോഴാണ് എനിക്കൊന്ന് ആശ്വാസമായത്. അപ്പോൾ ഗായ്സ്, ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.